എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെർമിസെല്ലി കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇതിനാവശ്യമായ വെർമിസെല്ലി എടുത്തിട്ട് അതൊരു പാനിലേക്ക് ഇട്ടിട്ട് അതിനെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക. അതിനെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. നമ്മളിതിനെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കുഞ്ഞായിട്ട് എടുത്തു. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ ഈ നെയ്യ് ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനിപ്പം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിനെ സ്റ്റൗ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മളൊരു നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ ഫ്രൈ ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. നമ്മളിപ്പം ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ട് അതിനെ ഒന്ന് പാനിയാക്കാൻ പോവാണ്. അതിന് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വെർമിസെല്ലി എടുത്തേക്കുന്നത് ഒരു 300 ഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അക്കോർഡിങ് നമ്മൾ എടുത്തേക്കുന്ന 400 ഗ്രാം ശർക്കരയാണ്. അങ്ങനെ നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ശർക്കരനെ പാനിനകത്തോട്ട് അരിച്ചൊഴിച്ചെടുക്കണം. ഈ ശർക്കരനെ ഇനിയും പാനിനകത്തോട്ട് അരിച്ചൊഴിക്കുകയാണ്. നമുക്കിനി ഈ പാനീനെ ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം കുറച്ചുകൂടെ. ശർക്കര പാനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പൊ കുറുകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് 1 കപ്പ് ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പാലാണ്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കുക. നമ്മളിത് അടിക്കൊന്നും പറ്റാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഓരോ സൈഡും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. നമ്മളിനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് പാത്രത്തിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. എല്ലാ സൈഡും ഏകദേശം ലെവലായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും കൂടെ ഇതിന് മേളിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിപ്പം എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ചുമ്മാ ജസ്റ്റ് ഒരു ഭംഗിക്കെന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് പിന്നെ നമ്മളിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചൊരു 2 മണിക്കൂർ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് യൂസ് ചെയ്യാം. ഒരു സ്പെഷ്യൽ വെർമിസെല്ലി ഡിസേർട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ വെർമിസെല്ലി ഡിസേർട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് സെർവ് ചെയ്യാം.
ഇന്നത്തെ വെർമിസെല്ലി ഡിസേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.